സാറേ ഇത് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളൊരു പ്രശ്നത്തിന് പോകുന്ന ആൾക്കാരല്ല. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇവർ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ ഒരു അക്രമകാരികളോ പ്രശ്നത്തിന് പോകുന്ന ആൾക്കാരോ ആയിട്ട് അല്ല. നമ്മൾ എന്താണ് സമാധാനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഞങ്ങളോട് അവർ ചെയ്തത് ശരിക്കും നീതികേടാണ് ചെയ്തത്. ഞങ്ങൾ അച്ഛനെയും അനിയനെയും അവർ കൊന്നു എന്ന് വേണം പറയാൻ. ആ മനുഷ്യൻ അത്രയും വ്യക്തമായിട്ടൊരു കത്ത് എഴുതി വെച്ച് മരിച്ചിട്ട് പോലും ആ മനുഷ്യൻ്റെ ബോഡി പോലും ദഹിപ്പിക്കാനുള്ള ഒരു അവകാശം, അവകാശം പോലും അവർ നിഷേധിച്ചിട്ടും ഞങ്ങൾ പ്രതികരിക്കാണ്ടിരുന്നത്, ആ 10 ദിവസം പ്രതികരിക്കാണ്ടിരുന്നത് ആ കത്തിലൊരു വാക്കാണ്, പാർട്ടിയെ കളങ്കപ്പെടുത്തരുത് എന്നുള്ള വാക്ക്. അത് ഞങ്ങൾ പാലിച്ചു. ആ 10 ദിവസം ഞങ്ങൾ ഇവിടെ കൊല്ലാക്കൊല ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് 11ാമത്തെ ദിവസം നമ്മൾ ഈ പാർട്ടിക്ക് കത്ത് കൊടുക്കുന്നത്, പാർട്ടിക്കല്ല മീഡിയന് മുന്നിൽ കത്ത് കൊടുക്കുന്നത്. ഈ കത്ത് കൊടുത്തതിന് ശേഷം ഇത് പ്രശ്നം അതിരൂക്ഷമായി. എന്നിട്ട് പോലും ഉപസമിതി വരികയും ഉപസമിതിക്കാർ നമ്മളെടുത്ത് ഉറപ്പ് തന്നു എന്ന് പറഞ്ഞപ്പം തന്നെ നമ്മൾ പിന്നെയും നിശബ്ദരാവുകയാണ് ചെയ്തത്. അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെയും ഇവർ കുറേ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് തന്നു. നമ്മൾ കൊടുത്തതിൻ്റെ ഒന്നും ആവില്ല 10 ലക്ഷം രൂപ. എന്നാലും അവരുടെ ഉറപ്പിൻ്റെ മുകളിൽ നമ്മൾ വിശ്വസിച്ച് നിന്നു. ഒരു കാര്യവും നമ്മൾ ഇതുവരെ വിട്ടു പറഞ്ഞിട്ടില്ല.